കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ ചോദിച്ചു കേട്ടില്ലേ, നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന്? അത് ഞാൻ പുതുതായി ജോലിക്ക് വന്നതാ. ജോലിക്ക് വന്നതാ? അത് ശരി, നീ ഇവിടെ ജോലിക്ക് വന്നതാണല്ലേ? ശരി ശരി, ജോലി ഇരുന്ന് ജോലി ചെയ്യും. പറഞ്ഞത് കേട്ടില്ലേ? ഇരിക്കുമോളെ. ആ, ആരാ നീ? എന്താ നിന്റെ പേര്? നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞേ. നീ എന്തിനാ അവളെ നോക്കുന്നത്? ഞാനല്ലേ നിന്നോട് ചോദിച്ചത്? എന്നെ നോക്ക്. നീ നിന്റെ ജോലി. ആ പറ മോളെ, നിന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവനും വിസ്തരിച്ച് പറ. എന്റെ പേര് പാർവതി. ഓ, പാർവതി. +2 വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ തയ്യലും പഠിച്ചിട്ടുണ്ട്. ഓ, വീട്ടിൽ നിന്ന് തെച്ചു കൊടുക്കാറുണ്ട്. അച്ചോടാ. വീട്ടിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഓ, ചേച്ചിയുടെ കല്യാണം നടത്തണം. പിന്നെ വീടിന്റെ ആധാരം പണയത്തിലാ, അത് തിരിച്ചെടുക്കണം. ഓ, നാട്ടില് നല്ല ജോലിയൊന്നും കിട്ടില്ല, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ആദ്യമായിട്ടാ നാട് വിട്ട് ടൗണില് ജോലിക്ക് വരുന്നത്. അത് ശരി. അപ്പൊ വീട്ടില് കഷ്ടപ്പാടാണല്ലേ? ഇത് നീ തുന്നിയതാണോ? ആ അതെ സർ. ഞാനൊരു ചോദ്യം ചോദിക്കാം. 38 സൈസിലുള്ള ഒരു ഷർട്ടിന്റെ കൈയുടെ നീളം എത്രയാ? അറിയില്ലല്ലേ? അത് വിട്. മീഡിയം സൈസിലുള്ള ഷർട്ടിന്റെ മെഷർമെന്റ് ഒന്ന് പറഞ്ഞു. അതും അറിയില്ലെങ്കിൽ സ്ലിം ഫിറ്റ് ഷർട്ടിന്റെ മെഷർമെന്റ് എന്താന്ന് പറഞ്ഞാലും മതി. പറ. അതും അറിയില്ലേ? എന്നാ സ്കിന്നി ഫിറ്റിന്റെ മെഷർമെന്റ് ഒന്ന് പറ. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നേ? നിങ്ങൾ നിങ്ങളുടെ ജോലി. അത് പുതിയ കുട്ടിയാണെന്ന് അയാൾക്ക് അറിയില്ലേ? പിന്നെന്തിനാ ഇമാതിരിയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ഇവിടെ ഉള്ള ആർക്കും അതിൻ്റെ ഉത്തരം നോക്കാതെ പറയാൻ പറ്റില്ല. ഉത്തരം പറയുമോളെ. ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന്റെ ഒക്കെ ഉത്തരം നിനക്കറിയോ? അറിയുമെങ്കിൽ അറിയുന്നവരാ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ. എനിക്കറിയില്ല സർ. അപ്പൊ അറിയില്ല. അപ്പൊ നിനക്ക് ഒന്നും അറിയില്ല. ഒന്നും അറിയാതെ ഇവിടുത്തെ മെഷീനിൽ കയറിയിരുന്ന് ഇവിടുത്തെ തുണിയെടുത്ത് തയ്ക്കാൻ ഇത് നിന്റെ കുടുംബക്കാരുടെ കമ്പനിയാണോ? മെഷീന്റെ മുമ്പിൽ എനിക്കിടി. ആരാ നിന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു? ചോദിച്ചു കേട്ടില്ലേ? സർ, ഇവളോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ ഞാനാ. നിനക്ക് വിവരം ഉണ്ടോടാ? നീയൊക്കെ എങ്ങനെയാ സൂപ്പർവൈസർ ആയത്? നീയൊക്കെ എത്ര കാലടാ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? തയ്യലിന്റെ മണ്ണും പിണ്ണാക്കും തിരിച്ചറിയാത്ത ഇവളെ നീ എങ്ങനെയാ മിഷന്റെ മുമ്പിൽ പിടിച്ചിരുത്തിയത്? ഈ ഫാക്ടറി എങ്ങനെയെങ്കിലൊക്കെ പൂട്ടിക്കണമെന്നായിരിക്കും നിന്റെയൊക്കെ മനസ്സിലിട്ടു അല്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ഥാപനം ഈ നിലയിൽ എത്തിച്ചത് നിനക്കറിയോ? ഈ സ്ഥാപനത്തിന്റെ നിലയും വിലയും നിനക്കറിയോ?
ഞങ്ങളുടെയൊക്കെ കസ്റ്റമേഴ്സ് ആരാന്ന് നിനക്കറിയോ? അമേരിക്കക്കാര്. 5ഉം 10ഉം രൂപയ്ക്ക് പ്ലാറ്റ്ഫോമിലിട്ട് വിൽക്കുന്ന ഡ്രസ്സാണ് ഇവിടെ ഉണ്ടാക്കുന്നതാണോ അതിന്റെ വിചാരം? കാണാൻ വലിയ തരക്കേടില്ലാത്തൊരു പെണ്ണ്. നീ ഇവളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി ചെയ്തായിരിക്കും അല്ലേ? ഇവിടെ ആരൊക്കെ എന്ത് ചെയ്യണം, ആരൊക്കെ എവിടെയൊക്കെ ഇരിക്കണം എന്ന് തീരുമാനിക്കാൻ ഞാനുണ്ട്. എന്റെ മോളിൽ കയറിയിരുന്ന് നീ ഭരിക്കണ്ട. ഇവക്ക് തയ്ക്കാൻ അറിയാന്നാ എന്നോട് പറഞ്ഞത്. സാമ്പിൾ ഡ്രസ്സ് തുന്നിക്കാനാ ഞാനിവളെ ഇവിടെ ഇരുത്തിയത്. അല്ലാതെ ഇവിടെ വരുന്നവരെ ആദ്യം തന്നെ മിഷ്യന്റെ മുമ്പിൽ പിടിച്ചിരുത്തലാണോ പതിവ്? തേക്കാൻ പഠിപ്പിക്കണം, പീസ് വെട്ടാൻ പഠിപ്പിക്കണം, പാക്കിംഗ് പഠിപ്പിക്കണം. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ മിഷ്യന്റെ മുമ്പിൽ ഇരുത്താവൂ. അറിയില്ലേ നിനക്ക്? വന്ന ഉടനെ തന്നെ മുതലാളിയെ പോലെ കസേരയിൽ പിടിച്ചിരുത്തിയേക്കാം. വാങ്ങുന്ന കാശിനുള്ള ജോലി ചെയ്യടാ. എല്ലാ ദിവസവും 300ഉം 400ഉം പീസ റിജക്റ്റ് ആവണത്. നീയൊക്കെ ചെയ്യുന്ന തോന്നിയാസത്തിനെ മുകളിലിരിക്കുന്നവരോടെ ഞാൻ അസമാനം പറയേണ്ടത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കാരണത്തടിച്ച് മാപ്പ് അറിയിപ്പിച്ചതല്ലേ? നിന്നെ കൊണ്ട് ഞാൻ ചക്രശ്വാസം വലിപ്പിക്കൂടി. ഒരു മണ്ണാങ്കട്ട അറിയാത്ത നിനക്ക് പറ്റിയ പണി ഞാൻ തരാം. വാടിവിടെ. ആ ചൂല് വിളിക്ക് കൊടുക്ക്. കൊടുക്കാനേ പറഞ്ഞത്. ഇനി മുതൽ നീ 3rd ഫ്ലോർ മാത്രം തൂത്താ മതി. ഈ ഫ്ലോർ ഇവിടെ തൂത്തോളൂ. പോയിക്കോ. ഇനി മുതൽ ഗോഡൌണും 1st ഫ്ലോറും 2nd ഫ്ലോറും ബാക്കി എല്ലാ സ്ഥലങ്ങളും നീയാണ് തൂക്കേണ്ടത്. പറ്റുള്ളി പോയിക്കോ. +2 കാരെ നിനക്ക് കലക്ടർ ഉദ്യോഗം കിട്ടും. കലക്ടർ ഉദ്യോഗം. പലിശയ്ക്ക് വാങ്ങിയ കാശും കൃത്യമായി എൻ്റെ വീട്ടിലെത്തിച്ചിരിക്കണം. അത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തും. അത് നിങ്ങളുടെ നല്ലതിനാവില്ല. പറ്റില്ലേ? പറ്റില്ലെങ്കിൽ പറയാ. പറ്റും, ഞാൻ ചെയ്തോളാം. ഈ ജോലി വേഗം തീർത്തിട്ട് നീ എൻ്റെ അടുത്ത് വരണം. അടുത്ത ജോലി ഞാൻ അപ്പ തരാം. നിന്റെ ജോലി തീരുമാനിക്കുന്നതേ ഞാനാ. ഞാൻ വേറെ ആരുമല്ല. വേഗം പണിയെടുക്കും. നാട്ടിൽ ഗതിയില്ലാത്തതുകൊണ്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞാലും നീ അനുസരിക്കും. ഒരുത്തന്റെ മുമ്പിലും ഞാൻ ഇതുവരെ തലകുനിച്ചിട്ടില്ല, മാപ്പ് പറഞ്ഞിട്ടുമില്ല. എന്നിട്ടും നീ എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചു.